കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കുറ്റാരോപിതരാണെന്ന് ഇഡി കണ്ടെത്തിയ മന്ത്രി പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളമശ്ശേരി നിയോജക മണ്ഡലം UDF കമ്മിറ്റി പാതാളം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പി രാജീവിന്റെ പങ്ക് ഇഡി കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടും പിന്നീട് അതിൽ തുടർ നടപടികൾ കാര്യമായി മുന്നോട്ടു പോകാതിരിക്കാൻ CPM-ഉം സംഘപരിവാർ കക്ഷികളുമായി ലാവ്ലിൻ കേസിൽ ഉണ്ടാക്കിയിട്ടുള്ളതുപോലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് രാജീവ് ഉൾപ്പെടെയുള്ളവർ വിജയിച്ച് കയറിയത് സംഘപരിവാർ ശക്തിയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഫലമായാണെന്നും ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ടെന്നും മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാജീവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയെക്കുറിച്ച് പറഞ്ഞാണ് ഈ നാട്ടിൽ വിജയിച്ചത്. എന്ത് നടപടിയാണ് പാലാരിവട്ടം മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന് ഇതുവരെ സ്വീകരിക്കാൻ കഴിഞ്ഞത്? എത്രയോ പാലങ്ങളും എത്രയോ റോഡുകളും പണിത് പിറ്റേ ദിവസം കോടാനുകോടി രൂപയുടെ റോഡുകളും പാലങ്ങളും ഇടിഞ്ഞിട്ട് മന്ത്രി റിയാസിനെതിരെ ഇതുവരെ കേസെടുത്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്ര റോഡുകളും പാലങ്ങളുമാണ് കോടിക്കണക്കിന് രൂപയുടെ ചരിഞ്ഞിട്ട് നശിച്ചു പോയിട്ട് എന്തേ റിയാസിനെതിരെ കേസെടുത്തില്ലല്ല? ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുക്കാൻ നിങ്ങൾ കാണിച്ച ആ വേഗം അത് രാജീവിന്റെ രാഷ്ട്രീയ ബുദ്ധിയുടെ കുബുദ്ധിയുടെ പിന്നിലുള്ള തന്ത്രമാണ്. അതിനുശേഷം ഇബ്രാഹിം കുഞ്ഞിനെതിരായി നിരന്തരമായ സമരം നടത്തി, പോസ്റ്റർ പ്രചരണം നടത്തി, അദ്ദേഹത്തെ വ്യക്തിപരമായി വേട്ടയാടി അദ്ദേഹത്തെ അസുഖക്കാരനാക്കി മാറ്റിയത് ഈ രാജീവും സംഘവുമാണ്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന, രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻനിർത്തി പോകുന്ന, രാഷ്ട്രീയ ലാഭം മാത്രം ഉണ്ടായാൽ മതി എന്ന് പറയുന്ന, അതിനെ ഒരു നുണ 100 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ് ഗീബൽസിന്റെ തന്ത്രം പോലെ രാഷ്ട്രീയ നുണകൾ മാത്രം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന രാജീവിനെ പോലെയുള്ള ആളുകൾ അവരുടെ ചെയ്യുന്ന ഈ സ്വഭാവ ഹത്യകളാണ് പിന്നീട് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നത്. CPM അല്ലെങ്കിൽ CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇന്നും കരുവന്നൂരിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ച സഹകാരികളായിട്ടുള്ള ആളുകൾ 1000-ഉം 2000-ഉം ക്യൂ നിന്ന് വാങ്ങേണ്ട ഗതികേടാണ് ഇന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിക്ഷേപമുള്ള ആളുകൾ ഗുരുതരമായ അസുഖം വന്ന് ചികിത്സ നടത്താൻ കഴിയാതെ ദാരുണമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മരണപ്പെട്ട ആളുകളുടെ മൃതദേഹവുമായി ബാങ്കിന് മുമ്പിൽ വന്ന് സമരം നടത്തേണ്ട ഗതികേടാണ് ആ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായത്. മക്കളുടെ വിവാഹത്തിനും വിദ്യാഭ്യാസത്തിനും അവരവരുടെ വീട് പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും ഒക്കെയായി സ്വരുക്കൂട്ടി വച്ചിരുന്ന ഈ പണം ആ പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ കഴിയാതായി. തൊഴിലാളി വർഗ പാർട്ടി എന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഫലത്തിൽ മുതലാളിത്ത ബൂർഷാ സർക്കാരായി അധപതിച്ചിരിക്കുകയാണെന്നും CPM എന്ന പാർട്ടി പിണറായി എന്ന വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും ഒതുങ്ങിയിരിക്കുകയാണെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഇടുക്കി ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സിയാദ് പറഞ്ഞു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ, UDF മണ്ഡലം കൺവീനർ VA മുഹമ്മദ് അഷ്റഫ്, DCC ഭാരവാഹികളായ ജോസഫ് ആന്റണി, ലിസി ജോർജ്, KV പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് 95 ഏലൂർ.